അച്ഛാ, അവരിപ്പോൾ തൃശ്ശൂരുണ്ട്. അവരുടെ ഗാർഡ്സ് ആരും ഇപ്പോൾ അവരുടെ കൂടെയില്ല. അവൻ പറഞ്ഞു. മോനെ, ഇപ്പോൾ പോവണോ? അവന്മാർക്ക് ഗാർഡ്സിൻ്റെ ആവശ്യമില്ല. അയാൾ പറഞ്ഞു. ഇല്ല അച്ഛാ, ഞാൻ സൂക്ഷിച്ചോളാം. നമ്മുടെ എല്ലാവരെയും ഞാൻ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് തന്നെ തൃശ്ശൂരിലേക്ക് പോവാണ്. ഹരീഷ് പറഞ്ഞു. ആദ്യം അവളുമാരെ നമ്മുടെ കയ്യിൽ കാക്കണം, പിന്നെ അവന്മാരെ തീർക്കണം, പിന്നെ അവരുടെ ആ കുടുംബം തന്നെ, രാജശേഖരൻ പറഞ്ഞു. എല്ലാവരെയും ഞാൻ ഇല്ലാതെയാക്കും അച്ഛാ. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഞാൻ തൃശ്ശൂർ പോകുന്നത്. അവരെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ അച്ഛനെ വിളിക്കാം. അച്ഛൻ വന്ന് കണ്ടാൽ മതി, ഹരീഷ് പറഞ്ഞു. പോയി വാ മോനെ, പക്ഷേ നീ സൂക്ഷിക്കണം. അവന്മാർ ഭയങ്കര ഡേഞ്ചറാണ്, രാജശേഖരൻ പറഞ്ഞു. എനിക്കവരെ പേടിയില്ല അച്ഛാ. എല്ലാത്തിനെയും ഞാൻ കൊല്ലും. ഒരാൾ പോലും ഈ ഭൂമിയിൽ ഇനി ജീവനോടെ ഇരിക്കില്ല, ഹരീഷ് പറഞ്ഞു. എനിക്ക് പറ്റിയില്ല, നിനക്കതിന് പറ്റും. പോയിട്ട് അവിടെ എത്തിയിട്ട് എന്നെ വിളിക്ക്, ഞാൻ അങ്ങോട്ട് വരാം. നമ്മുടെ എല്ലാ ആളുകളെയും കൊണ്ടുപോക്കോ, അതാണ് നല്ലത്, രാജശേഖരൻ പറഞ്ഞു. ഞാൻ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലേക്ക് ഇപ്പോൾ തന്നെ അവന്മാർ പോയിട്ടുണ്ടാകും. അവിടെ ഏതോ ഒരു റിസോർട്ടിലാണ് അവർ താമസിക്കുന്നത്, ഹരീഷ് പറഞ്ഞു. അത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. പിന്നെയാ സ്റ്റാലിൻ, അവനെ നീ സൂക്ഷിക്കണം. അവൻ്റെ പിന്നിൽ ഒത്തിരി ആളുകളുണ്ട്, രാജശേഖരൻ പറഞ്ഞു. അത് മാത്രമല്ല, ആകാശമുണ്ട് അവൻ്റെ കൂടെ. അവൻ കൂടെ ഉണ്ടെങ്കിൽ മരിക്കാനും കൊല്ലാനും അവനൊപ്പമുണ്ടാകും ഇപ്പോൾ അവരുടെ കൂടെ, ഹരീഷ് പറഞ്ഞു. ആദിയും ധ്രുവനും അവർക്ക് ആരെയും പേടിയില്ല. ഇപ്പോൾ അവർ ഒതുങ്ങി നിൽക്കുന്നത് ആ പെണ്ണുങ്ങൾ കാരണമാണ്. അവരുടെ മുന്നിൽ വെച്ച് തന്നെ അവളുമാരെ കൊന്നുകളയണം, രാജശേഖരൻ പറഞ്ഞു. അവളുമാരെ അങ്ങനെയൊന്നും ഞാൻ കൊല്ലില്ല അച്ഛാ. എനിക്ക് അവൾമാരെ എല്ലാറ്റിനെയും വേണം. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്, ഹരീഷ് പറഞ്ഞു. പോയിട്ട് വാ മോനെ, രാജശേഖരൻ പറഞ്ഞു. അതിന് ഹരീഷ് ഗൂഢമായി ഒന്ന് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു. അങ്ങനെ അവർ തൃശ്ശൂർ വന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞു പോയിരുന്നു. മറ്റന്നാൾ അവർ അവിടെ നിന്നും പോവാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ദിവസം സ്റ്റാലിൻ്റെ ഫോണിലേക്ക് ഒരു മിസ് കോൾ വന്ന് കട്ടായിപ്പോയി. സ്റ്റാലിൻ ഫോൺ എടുത്ത് നോക്കി. അത് എബിൻ്റെ കോളായിരുന്നു. സ്റ്റാലിൻ ഒരു സംശയത്തോടെ ഫോൺ എടുത്ത് എബിനെ തിരിച്ചു വിളിക്കാൻ നോക്കുമ്പോഴേക്കും അവന് വീണ്ടും എബിൻ്റെ കോൾ വന്നിരുന്നു. ഹലോ എബിൻ, സ്റ്റാലിൻ വിളിച്ചു. സ്റ്റാലിൻ സാർ ഇപ്പോൾ തൃശ്ശൂരാണ് ഉള്ളത് എങ്കിൽ എത്രയും പെട്ടെന്ന് തൃശ്ശൂരുള്ള ഗാർഡ്സിനോട് സാറുള്ള ആ സ്ഥലം കവർ ചെയ്യാൻ പറയണം, എബിൻ പറഞ്ഞു. എബിൻ, കാര്യം ക്ലിയറായി പറയൂ. എന്താണ് പ്രശ്നം, എന്തെങ്കിലും ഉണ്ടോ? സ്റ്റാലിൻ ചോദിച്ചു. ഉണ്ട് സാർ. ഹരീഷ് അവൻ്റെ ആളുകളുമായി തൃശ്ശൂരിൽ ഇന്നലെ എത്തിയിട്ടുണ്ട്. അവർ സാറിൻ്റെ ഫാമിലിയെ ടാർഗറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്, എബിൻ പറഞ്ഞു. വാട്ട്? സ്റ്റാലിൻ ചോദിച്ചു. ഞാൻ പറയുന്നത് കാര്യമായിട്ടാണ് സാർ. എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയതാണ്, എബിൻ പറഞ്ഞു. ഓക്കെ, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. നമ്മുടെ ഗ്രൂപ്പിനെ ഇങ്ങോട്ട് എത്രയും പെട്ടെന്ന് സെറ്റാക്കി വിട്ടുതരണം, സ്റ്റാലിൻ പറഞ്ഞു. അത് ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം സാർ. പിന്നെ ഫാമിലിയെ വെച്ച് സാർ ഒരു റിസ്ക് എടുക്കരുത്, ഒന്ന് സൂക്ഷിക്കണം, എബിൻ പറഞ്ഞു. ഓക്കെ. സ്റ്റാലിൻ ഫോൺ വെച്ചു. ഇവിടെയായിരിക്കും എല്ലാത്തിൻ്റെയും അവസാനമെന്ന് സ്റ്റാലിന് മനസ്സിൽ തോന്നിയിരുന്നു. അവൻ വേഗം ധ്രുവൻ്റെയും ആദിയുടെയും ആകാശിൻ്റെയും അടുത്തേക്ക് ഓടിപ്പോയി. ഹാളിലെ ടിവിയിൽ ഒരു പടം കണ്ടിരിക്കുകയായിരുന്നു ആകാശും ആദിയും, ധ്രുവനും ദേവും വേദയും, വിന്ദയും മീനുവും അജുവും അനിതയും. ധ്രുവ, ആദി, ആകാശ്, നിങ്ങളിങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്, സ്റ്റാലിൻ പറഞ്ഞു. അവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ എന്തോ കാര്യമാണെന്ന് അവർക്ക് മനസ്സിലായി. ധ്രുവനും ആദിയും ആകാശും എഴുന്നേറ്റ് സ്റ്റാലിൻ്റെ ഒപ്പം പുറത്തേക്ക് നടന്നു. പുറത്തുള്ള ഗാർഡനിൽ ഇട്ടിട്ടുള്ള ചെയറിൽ അവർ ഇരുന്നു. ഞാൻ പറയുന്ന കാര്യം എബിൻ എന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞതാണ്. കുറച്ച് റിസ്ക്കാണ്, സ്റ്റാലിൻ പറഞ്ഞു. നീ കാര്യം പറ, എന്നാലല്ലേ മനസ്സിലാകൂ, അല്ലാതെ ഇങ്ങനെ പറയല്ലേ, ധ്രുവൻ പറഞ്ഞു. ഹരീഷ്, രാജശേഖരൻ്റെ മകൻ, അവൻ ഇന്നലെ ഇവിടെ തൃശ്ശൂർക്ക് വന്നിട്ടുണ്ട് എന്നാണ് എബിൻ വിളിച്ച് എന്നോട് പറഞ്ഞത്. അവൻ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫാമിലിയെയാണെന്ന്, സ്റ്റാലിൻ പറഞ്ഞു. അവനങ്ങനെ ഇവിടെ വന്ന് ഒന്നും ചെയ്യില്ല, അതവൻ്റെ പാഴ്മോഹമാണ്, ആകാശ് പറഞ്ഞു. അതല്ല ആകാശ്, നമ്മുടെ ഫാമിലിയെ വെച്ച് നമുക്കൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നീ നിൻ്റെ ഗാർഡ്സിനോട് വരാൻ പറയണം, സ്റ്റാലിൻ ഒരു സമാധാനത്തോടെ പറഞ്ഞു. സ്റ്റാലിൻ പറഞ്ഞതാണ് ശരി. അതുകൊണ്ട് നമ്മൾ ഇനി ഇവിടുന്ന് പോകുമ്പോൾ നമ്മളെ തേടി വരാൻ ഒരു പ്രശ്നം ഉണ്ടാവരുത്, ആദ്യം പറഞ്ഞു. അതിനെന്താ വേണ്ടത് എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റണം. അതായത് നമ്മളെ തേടി വരുന്നതിന് മുന്നേ നമ്മൾ അവരെ തേടി പോകണം, ധ്രുവ് പറഞ്ഞു. അതിന് അവരുടെ ലൊക്കേഷനെല്ലാം അറിയണം. അത് ഞാൻ സെറ്റാക്കാം. നീ എബിനോട് പറഞ്ഞ് ആ ഹരീഷിൻ്റെ നമ്പർ സെറ്റാക്കാൻ പറ, ആദി പറഞ്ഞു. അത് ഞാൻ പറയാം. ഇന്ന് തന്നെ അവരെ തേടി നമ്മൾ പോകും. ഇനി തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു പ്രശ്നം പോലും ഉണ്ടാവരുത്. അതിന് അടുത്ത മാസം നമ്മൾ എല്ലാവരും പാലക്കാട് പോകും. ഇതൊക്കെ ഇപ്പോൾ തന്നെ സെറ്റാക്കണം. ഗാർഡ്സ് തൃശ്ശൂർ തന്നെയുണ്ട്. അവരോട് ഇവിടെ ചുറ്റിനും ഉണ്ടാവാൻ ഞാൻ പറയാം, ആകാശ് പറഞ്ഞു. എന്നാൽ അതുപോലെ ചെയ്യാം. പിന്നെ നമ്മൾ എപ്പോഴുമുള്ള പോലെ ഹാപ്പിയായി തന്നെ വേണം. നമ്മുടെ കൂടെയുള്ളവർക്ക് സംശയമൊന്നും തോന്നരുത്, ധ്രുവ് പറഞ്ഞു. അതോടെ അവർ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് വേഗം തന്നെ അവരുടെ റിസോർട്ടിലേക്ക് കയറിപ്പോയി. സ്റ്റാലിൻ്റെയും ആകാശിൻ്റെയും ഗാർഡ്സ് പറഞ്ഞ പോലെ തന്നെ അവിടേക്ക് എത്തിച്ചേർന്നു. ആദി പറഞ്ഞ പോലെ തന്നെ സ്റ്റാലിൻ എബിനോട് പറഞ്ഞ് ഹരീഷിൻ്റെ നമ്പർ സെറ്റാക്കി. ആദി അതിലെ ആ ലൊക്കേഷനും കണ്ടുപിടിച്ചു. ആർക്കും ഒരു സംശയം വരാത്ത രീതിയിൽ ആകാശിൻ്റെ ഗാർഡ്സിനെ കൊണ്ട്
റിസോർട്ടിൻ്റെ ചുറ്റും സെറ്റാക്കി നിർത്തി. ഹരീഷിൻ്റെ ലൊക്കേഷൻ തെളിഞ്ഞത് തൃശ്ശൂർ ഗുരുവായൂർ ഭാഗത്തായിട്ടാണ്. തൃശ്ശൂരിൽ നിന്നും 1 മണിക്കൂറുണ്ട് അവിടേക്ക്. ധ്രുവനും ആദിയും സ്റ്റാലിനും ആകാശും പോവാനായി ഒരുപോലെ മനസ്സുകൊണ്ട് റെഡിയായി. എല്ലാവരോടും കുറച്ച് ബിസിനസ് കാര്യങ്ങൾ എല്ലാതും സെറ്റാക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ റിസോർട്ടിൽ നിന്നും ഇറങ്ങി. സ്റ്റാലിനാണ് വണ്ടി ഓടിച്ചത്. ആദി ഹരീഷിൻ്റെ ആ ലൊക്കേഷൻ മാറുന്നുണ്ടോ എന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് സ്റ്റാലിന് എബിൻ്റെ കോൾ വന്നത്. അവൻ ഫോൺ എടുത്ത് സ്പീക്കറിലിട്ടു. എബി പറയൂ, സ്റ്റാലിൻ പറഞ്ഞു. സാർ, ഞാനിവിടെ രാജശേഖരൻ്റെ ലൊക്കേഷൻ ഒന്ന് നോക്കിയപ്പോൾ അയാളും തൃശ്ശൂർ ഗുരുവായൂർ ഭാഗത്തായി ഉണ്ടെന്നാണ് അറിയാൻ പറ്റിയത്. എബി പറഞ്ഞു. അതെന്തായാലും നന്നായില്ലേ എബി, രണ്ടിനെയും ഒരു കുടക്കീഴിൽ കിട്ടിയല്ലോ, ധ്രുവൻ പറഞ്ഞു. പക്ഷേ ധ്രുവൻ സാർ, അവിടെ അയാളും പിന്നെ ഹരീഷും മാത്രമേ ഉള്ളൂ. അവരുടെ വേറെ ഒരാളും അവിടെ ഇല്ല. അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആളുകളിൽ ഒരാൾ പറഞ്ഞതാണ്, എബി പറഞ്ഞു. അതിന് എബി, ഞങ്ങൾ അയാളെ ഒന്ന് കാണാൻ പോവാ. 2 പേരെയും ഒന്ന് നേരിട്ട് കാണണം, ഒരു ആദരാഞ്ജലി പറയണം, ആദി പറഞ്ഞു. അത് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല സാർ. ആ ഗാർഡ്സ് നമ്മുടെ ഫാമിലിയെ എന്തെങ്കിലും ചെയ്യോ? ഒരു പേടിയുണ്ട് സാർ, എബിൻ പറഞ്ഞു. നീ ഒരു പേടിയും പേടിക്കണ്ട എബിൻ. ഞങ്ങൾ 4 ആളും ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അത് സംഭവിക്കില്ല. ഇപ്പോൾ ആദി പറഞ്ഞതുപോലെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാനായി പോവുകയാണ്, ആകാശ് പറഞ്ഞു. ആകാശ് സാർ, നിങ്ങൾ പറയുന്നതൊന്നും എനിക്കൊരു രീതിയിലും മനസ്സിലാവുന്നില്ല, എബിൻ പറഞ്ഞു. ഇത്രയും മനസ്സിലാക്കിയാൽ മതി, പിന്നെ എല്ലാം ബാക്കി വഴിയെ മനസ്സിലാകും എന്ന് പറഞ്ഞ് സ്റ്റാലിൻ ഫോൺ കോൾ കട്ട് ചെയ്തു. മോനെ സ്റ്റാലിനെ, നീ ഒരു പാട്ടിട്ടെ, ആകാശ് ഒരു ചിരിയോടെ പറഞ്ഞു. അതെന്നെ, ഒരു വൈബ് മൂഡിൽ നമുക്കങ്ങ് ചില്ലായി അടിച്ചു പൊളിച്ചു പോവാം, ധ്രുവൻ പറഞ്ഞു. അതോടെ സ്റ്റാലിൻ ഒരു പാട്ടിട്ടു. അതിനോട് ഒത്ത് ഒരുപോലെ ഇരുന്ന് ഡാൻസ് കളിച്ച് ധ്രുവനും ആദിയും ആകാശും. 1 മണിക്കൂറിനുള്ളിൽ അവർ ഗുരുവായൂരെത്തി. ആ നഗരം കണ്ട് അവരുടെ കണ്ണുകൾ വിടർന്നു. ഗുരുവായൂരുള്ള എലൈറ്റ് എന്ന ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പണി നടക്കുന്നുണ്ട്. അവിടെയാണ് അവർക്ക് ലൊക്കേഷൻ തെളിഞ്ഞത്. സ്റ്റാലിൻ്റെ കാർ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുന്നിൽ പോയി പൊടി പറത്തിക്കൊണ്ട് നിന്നു. ശേഷം വണ്ടിയിൽ നിന്നും ധ്രുവനും ആദിയും സ്റ്റാലിനും ആകാശും അതിൽ നിന്നും ഇറങ്ങി. അതിൻ്റെ മുന്നിൽ തന്നെ ഹരീഷിൻ്റെയും രാജശേഖരൻ്റെയും വണ്ടികൾ കിടപ്പുണ്ടായിരുന്നു. അതിലേക്ക് ഒരു പുച്ഛച്ചിരിയോടെ നോക്കി ശേഷം ഒരു പുഞ്ചിരിയോടെ ആ ഫ്ലാറ്റിലേക്ക് കയറിപ്പോയി. നീ അവൻ്റെ നമ്പറിലേക്ക് വിളിക്ക് സ്റ്റാലിൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട് അവനോട്. അതോടെ സ്റ്റാലിൻ ഒരു പുഞ്ചിരിയോടെ ഹരീഷിൻ്റെ ആ നമ്പറിലേക്ക് സ്റ്റാലിൻ വിളിച്ചു. കുറച്ചു നേരം റിങ് ചെയ്തിട്ടാണെങ്കിലും അവിടെ നിന്ന് ഫോൺ എടുത്തു. ഹലോ, വിക്കിക്കൊണ്ട് ഹരീഷിൻ്റെ ശബ്ദം വന്നു. ഞങ്ങളങ്ങ് വരും മുന്നേ നീ ഇങ്ങനെ വിക്കല്ലേടാ, ധ്രുവൻ പറഞ്ഞു. നിന്നെയും നിന്റെ തന്തയെയും പൊളിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങളിപ്പോൾ നീയൊക്കെ നിൽക്കുന്നിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, പന്ന മോനെ, സ്റ്റാലിൻ അലറിക്കൊണ്ട് പറഞ്ഞു. അവൻ പറഞ്ഞു തീർന്നതും മുന്നിൽ നിൽക്കുന്ന 2 പേരെ അവർ കണ്ടു. ആ, നിങ്ങൾ വന്നോ? 4 ചള്ളു ചെക്കന്മാരാണ് നിങ്ങൾ. ആ, നീയൊക്കെ എന്നെ എന്തോ ഒലത്തുമെന്നാടാ. ദേ കണ്ടോ, നിന്നെയൊക്കെ ഇവിടെ വരെ എത്തിച്ചത്. നിന്നേക്കാളും കുറച്ചോണം മുന്നേ ഉണ്ടിട്ടുള്ളവനാ ഞാൻ. ഒരു ധൈര്യശാലികൾ വന്നിരിക്കുന്നു, രാജശേഖരൻ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. നിൻ്റെയൊക്കെ കൂടെ ഉള്ളവന്മാരുടെ അന്ത്യം എൻ്റെ കൈകൊണ്ടാടാ. നിൻ്റെയൊക്കെ മുന്നിലിട്ട് ഞാൻ അവളുമാരെ വലിച്ചു കീറും, ഹരീഷ് പറഞ്ഞു. നീ അതിന് ആണായി ജനിക്കണം. ഇങ്ങനെ ആണും പെണ്ണും കെട്ടവനായി നിന്നിട്ട് കാര്യമില്ല, ധ്രുവൻ ഒരു പുച്ഛച്ചിരിയോടെ പറഞ്ഞു. എടോ രാജ അല്ലാത്ത ശേഖര, താൻ പറഞ്ഞല്ലോ നീ കുറേ ഓണം ഉണ്ടിട്ടുണ്ട് എന്ന്. ഇപ്പോൾ ഞങ്ങളും വന്നത് ഒരു സദ്യ തരാനാ, നിന്റെ അവസാനത്തെ അത്താഴം. നീ ഈ തൃശ്ശൂർ വിട്ട് ഇനി പോവില്ല. ഞങ്ങളുടെ കുടുംബത്തിന് നേരെ നീയും നിന്റെ ഈ മകൻ്റെയും നിഴൽവെട്ടം പോലും ഇനി പതിയില്ല. പിന്നെ ഇവനുണ്ടല്ലോ, അവൻ ഏർപ്പാടാക്കിയ കുറേ മരപ്പാഴുകളുണ്ടല്ലോ, അവരെല്ലാം കത്തിച്ചാമ്പലാകും. അത് കാണിച്ചു തരാം, സ്റ്റാലിൻ ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു. പിന്നെ രാജശേഖര, തൻ്റെ പോലെ ഡയലോഗ് അടിച്ച് കളയാൻ ഞങ്ങൾക്ക് സമയമില്ല. പിന്നെ തനിക്കൊരു സർപ്രൈസ് ഉണ്ട്. തനിക്ക് മാത്രമല്ല, നിനക്കുമുണ്ട്. 2 പേരും ഷെയർ ചെയ്തങ്ങ് എടുത്തോളൂ, ധ്രുവൻ ഒരു ഗൂഢചിരിയോടെ പറഞ്ഞു. ധ്രുവൻ പറഞ്ഞു നിർത്തിയതും ആ ഫ്ലാറ്റിൻ്റെ ഇരുട്ടിൽ നിന്നും തിളങ്ങുന്ന 2 കണ്ണുകളും ഒരു മുരൾച്ചയും രാജശേഖരനും ഹരീഷും കേട്ടു. ധ്രുവൻ്റെയും ആദിയുടെയും സ്റ്റാലിൻ്റെയും ആകാശിൻ്റെയും ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി പടർന്നു.